ദില്ലി അന്തരീക്ഷ മലിനീകരണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൌനം വെടിയണമെന്ന് രാഹുൽ ഗാന്ധി. മലിനീകരണം കുറയ്ക്കൽ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല? പാർലമെന്റിൽ വിഷയം ചർച്ച ചെയ്യണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. നോബൽ മാരിക്കാരൻ നൽകും വിശദാംശങ്ങൾ. നോബൽ ന്യായമായിട്ടുള്ള ആവശ്യം തന്നെയാണ്. ഏത് സാഹചര്യത്തിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ? ശ്രുതി, രാജ്യതലസ്ഥാനത്ത് വായു ഗുണനിലവാര സൂചിക ഏറ്റവും മോശം അവസ്ഥയിൽ കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ആളുകൾ ഉണ്ടാക്കുന്നു. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും രണ്ടും BJP സർക്കാരിന്റെ കയ്യിലാണ്. രണ്ടും ഡബിൾ എഞ്ചിൻ സർക്കാർ എന്നാണ് BJP തന്നെ അവകാശവാദം ഉന്നയിക്കുന്നത്. പക്ഷേ ഇതുവരെ വായു മലിനീകരണം ഇല്ലാതാക്കാൻ നടത്തിയ ഒരു പദ്ധതിയും വിജയം കാണുന്നില്ല എന്ന് സൂചിപ്പിക്കുന്നതാണ് ഇപ്പോഴത്തെ വായു ഗുണനിലവാര സൂചിക. ഈ ഘട്ടത്തിലാണ് രാഹുൽ ഗാന്ധി എന്താണെങ്കിലും രൂക്ഷ വിമർശനവുമായി ഇപ്പോൾ രംഗത്തേക്ക് വന്നിരിക്കുന്നത്. പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ മൗനം വെടിയണം എന്നാണ് രാഹുൽ ഗാന്ധി ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. നമ്മുടെ കുട്ടികൾ അടക്കമുള്ള ആളുകൾക്ക് ശുദ്ധവായു ലഭിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനുവേണ്ട കർമ്മ പദ്ധതികൾ എത്രയും വേഗം തയ്യാറാക്കണം. അതോടൊപ്പം തന്നെ ഇതിൽ വിമർശനവും രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ എന്താണെങ്കിലും. ഒപ്പം പാർലമെന്റ് ശൈത്യകാല സമ്മേളനം വരാൻ പോവുകയാണ്. ഡിസംബർ 1 മുതൽ സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ്. ഈ ഘട്ടത്തിൽ ഈ വിഷയം പാർലമെന്റ് ചർച്ച ചെയ്യണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യം ഉന്നയിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇന്ത്യ ഗേറ്റിലേക്ക് ഇത്തരത്തിൽ വായു മലിനീകരണത്തിനെതിരെ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളടക്കം JNUവിലെ വിദ്യാർത്ഥികളടക്കം അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്താണെങ്കിലും വായു ഗുണനിലവാര സൂചിക ദില്ലിയിലും ദില്ലിയുടെ പരിസര പ്രദേശങ്ങളിലും വളരെ മോശം അവസ്ഥയിൽ, അതായത് മനുഷ്യ ശ്വസിക്കാൻ പോലും കൊള്ളാത്ത വായു എന്നാണ് പലപ്പോഴും ഇതിനെ വിലയിരുത്തുന്നത്. നേരത്തെ ചീഫ് ജസ്റ്റിസ് അടക്കം നടക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിന് പോലും ശ്വാസം നിൽക്കുന്ന സാഹചര്യം, ശ്വാസം നല്ല രീതിയിൽ കിട്ടാത്ത സാഹചര്യമൊക്കെ ഉണ്ടായ സാഹചര്യമുണ്ട്. എന്താണെങ്കിലും അത്തരത്തിൽ പ്രധാനപ്പെട്ട ആളുകളൊക്കെ, സാധാരണക്കാരും പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഇത്തരത്തിൽ വളരെ മോശം വായു ശ്വസിച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ദില്ലി കടന്നു പോകുന്നത്. സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിന് വലിയ വിമർശനം ഇത് മുൻപും പല ഘട്ടങ്ങളും ഉയർന്നു. രാഹുൽ ഗാന്ധി കൂടി ഇപ്പോൾ രൂക്ഷ വിമർശനമായി എത്തുന്നു. പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ മൗനം വെടിഞ്ഞുകൊണ്ട് ഇതിൽ പ്രതികരിക്കണം എന്നാണ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുന്നത്. ഒപ്പം പാർലമെന്റിൽ ഈ വിഷയം ചർച്ച ചെയ്യണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യം ഉന്നയിക്കുന്നു. ശ്രുതി, നോബൽ മാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത്.